ഹലോ അപ്പിൾക്കുട്ടീസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ രാവിലെ തന്നെ ഞാൻ കുളിച്ച് യാത്ര അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് അമ്പലങ്ങളിലേക്കൊക്കെ പോകണം. അപ്പൊ ഞാൻ രാവിലെ തന്നെ കുളിച്ചു. ഞാൻ ശ്രീചേട്ടനും അച്ചുമോനൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. അമ്മ ഇവിടെ ഇല്ല, ചേട്ടൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ വന്നത് ആ ചോറൊക്കെ വെച്ചു, ചൂടുവെള്ളം കുളിക്കാൻ വെച്ചിട്ടുണ്ട്, പൂരി ഉണ്ടാക്കുന്നതിലേക്ക് കറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒക്കെ ചെയ്തു കേട്ടോ. ഞാൻ അടുക്കളയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് വന്നാൽ അപ്പൊ തന്നെ ഭക്ഷണം കഴിക്കാമല്ലോ. മാത്രമല്ല കടയിലേക്ക് ഭക്ഷണം കൊണ്ടുപോകണം, അപ്പൊ അവർക്കും കഴിക്കാമല്ലോ. അപ്പൊ അതൊക്കെ ഞാൻ ചെയ്യാണ് കേട്ടോ. അപ്പൊ അവിടെ ഓരോരുത്തരായിട്ട് അവർ യാത്രയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ പൂരി റെഡിമെയ്ഡ് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് മേടിച്ച് ഇനി വേഗം അത് തയ്യാറാക്കി വെച്ചാൽ കടയിലേക്കും കൊണ്ടുപോകാം, നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് എന്താണെന്നറിയോ? അച്ചുമോൻ്റെ 10ാം ക്ലാസ് പരീക്ഷ ഫെബ്രുവരി 18-ാം തീയതി ആരംഭിക്കുകയാണ്. അച്ചുമോൻ ICSE സിലബസ് ആണ്, അതുകൊണ്ട് 18-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മളൊരു ദൈവാനുഗ്രഹം എന്നുള്ള രീതിയിൽ അമ്പലത്തിലേക്കൊക്കെ ഒന്ന് കൊണ്ടുപോവാണ്. നമ്മൾ എത്ര ക്ഷേത്രത്തിൽ പോയാലും എവിടെ പോയാലും പഠിക്കേണ്ടത് പഠിക്കേണ്ട വേണം, അത് വേറൊരു കാര്യം. അപ്പോൾ അച്ചുമോന് എന്താ പറയുക, ഇത്തിരി മടിയൊക്കെ ഉണ്ട് പഠിക്കാം കേട്ടോ, അത് വേറെ ഒരു കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വലിയ മാർക്കൊന്നും അവനിൽ പ്രതീക്ഷയില്ല. പക്ഷെ എന്തോ ഒരു എന്താ പറയുക, നമ്മളൊരു ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് വിജയിച്ച് വരണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനിയും അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. പാറുമോള് അവിടെ ഇരുന്ന് എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പാറുമോള് എഴുന്നേറ്റ് അപ്പം തന്നെ നമ്മുടെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ അവളെ പോയി എടുക്കണം പാറുമോളെ. അപ്പോൾ വേഗം ഞാൻ പോയി എടുത്ത് അപ്പോഴേക്കും പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ നീറ്റാക്കി ക്ലീൻ ആക്കി ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് വരികയാണ്. അപ്പോൾ അതിനുശേഷം ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കുടിച്ചു കിട്ടുക. നമുക്കൊരു എന്താ പറയുക, എനിക്ക് പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്നതിന് മുമ്പ് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൂരയാത്ര തീരെ പറ്റില്ല. ഇത് നമ്മൾ തൃശ്ശൂരാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ യാത്രയായി നമ്മൾ വീടിന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ശ്രീചേട്ടൻ വന്ന് വണ്ടി എടുക്കുന്നുണ്ട്. അച്ചുമോനും പാറുമോളൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. പാറുമോൾ ആദ്യം റോഡിലേക്ക് ഓടിയിട്ട് കണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാറുവിനെ വിളിക്കുകയാണ് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ എന്തോ പേഴ്സൊക്കെ എടുത്ത് മേളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലെന്തോ പൈസ ഞാൻ നോക്കിയപ്പോൾ അതിൽ ലിപ്സ്റ്റിക്കും അതുപോലെ ഗോലി ഉണ്ടല്ലോ, നമ്മുടെ ഗോലിക്കായ, അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പാറുമോളും വന്നു. ഇനി അച്ചുമോനെ ഞാൻ കാണിച്ചു തരാം. അച്ചു, വൈറ്റ് ആൻഡ് വൈറ്റ്, വൈറ്റ് ആൻഡ് വൈറ്റ്. ഓ നോക്കട്ടെ. അപ്പോൾ ദേ നമ്മുടെ മാവൊക്കെ നന്നായി പൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാവ് കൊടുത്തിട്ടുണ്ട്, അതായത് മാങ്ങ പൊട്ടിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പെയിന്റ് അടിക്കുമ്പോൾ നമ്മളൊരു കൊമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടതുപോലെ കണ്ണിമാങ്ങളൊക്കെ വീഴട്ടെ. അമ്മ അതൊക്കെ പറക്കിയെടുത്ത് ഉപ്പിലിട്ട് വെക്കും, നല്ല സ്വാദാണ്. അപ്പോൾ അതാ ഞങ്ങൾ പോയിട്ട് വരാം, കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം എന്താ നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ ആദ്യം പോയത് നമ്മുടെ പാറമേക്കാവ് അമ്പലത്തിലാണ് കേട്ടോ. ഇന്ന് അവിടെ കല്യാണമൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ചെന്ന് ഞാനും അച്ചുമോനും പാറമോളും അവിടെ ഇറങ്ങി ശ്രീചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ശ്രീചേട്ടൻ വന്നു. അപ്പോൾ നമ്മൾ അതേ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പോലെ തന്നെ എല്ലാവരും അച്ചുമോന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അച്ചുമോന് മാത്രമല്ല, 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ എന്താ പറയുക, അവരുടെ ബെസ്റ്റ് അവർക്ക് ചെയ്യാൻ പറ്റട്ടെ. അപ്പം ഇന്നൊരു ദിവസം ഞങ്ങൾ അച്ചുമോന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും പാറുവിൻ്റെ കണ്ണിലൊരു കരട് പോയി. അതാണ് ഇവിടെ ഊതി കൊടുക്കുന്നത് കേട്ടോ. കരട് പോയിട്ട് ഇവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ നന്നായി ഊതിയൊക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെ മാറിയിട്ടാണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാശി പിടിച്ചുകൊണ്ടിരിക്കും, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ അടുത്തത് പോയത് നവഗ്രഹങ്ങളുടെ അമ്പലമാണ് കേട്ടോ. വടക്കേ സ്റ്റാൻഡിലുള്ള നവഗ്രഹ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെയും പോയി നന്നായി പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ അച്ഛമ്മനോട് പറയാം, അമ്പലത്തിലേക്കൊക്കെ കൊണ്ടുവരും, പഠിക്കേണ്ടത് നീ തന്നെ പഠിക്കണം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അവിടെ എത്തി നമ്മൾ നന്നായി പ്രാർത്ഥിച്ചു. അതിനുശേഷം പാറുമോൾക്ക് ഉറക്കമൊക്കെ വന്നു തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടാ. ഇനി ഒരു ചായ കുടിക്കണം. അപ്പം നമ്മൾ എന്താ പറയുക, വലുതായിട്ടൊന്നും കഴിക്കാൻ നിന്നില്ല, കടയിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ സ്നാക്സും ചായയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് എല്ലാവിധ സ്നാക്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാമെന്ന് വെച്ച് നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ അതേ അച്ചുമോന് ചായയും എന്താ പറയുക വടയും മതി എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചുമോൻ ഞങ്ങൾക്ക് ചായയൊക്കെ മേടിച്ചു കൊണ്ട് തന്നു കേട്ടോ. ഞാൻ പരിപ്പ് വട മേടിച്ചേ, പാറുമോളൊരു സമൂസ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ പല സ്നാക്സ് ഒക്കെ ആയിട്ട് മേടിച്ചു. അങ്ങനെ ഒരു ചായ കുടിച്ചു. ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഉഷാറല്ലേ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും പാറുമോൾക്ക് ദേഷ്യം വന്നു. എന്താണെന്നറിയോ, പാറുമോൾക്ക് ബൂസ്റ്റ് ചോദിച്ചു. ബൂസ്റ്റ് അവിടെ ഇല്ല. അപ്പോഴേക്കും ദേഷ്യം വന്നോളെ. അവൾ വണ്ടിയിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടെ പാലട ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്ലാസ് പാലടയ്ക്ക് 40 രൂപയാണ്. പക്ഷെ അടിപൊളി പാലടയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഗ്ലാസ് വാങ്ങിച്ചു നോക്കി. അപ്പോൾ ശ്രീചേട്ടന് ഭയങ്കര ഇഷ്ടമായി. ശ്രീചേട്ടൻ നല്ല ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള പായസം പാലടയാണ്. അങ്ങനെ ശ്രീചേട്ടൻ കുടിച്ചു, അച്ചുമോനും കുടിച്ചു. ഞങ്ങൾ കുടിച്ചിട്ട് വേണം പാറുവിന് കൊടുക്കാൻ, അല്ലെങ്കിൽ പാറുവിന് കിട്ടിക്കഴിഞ്ഞാൽ പാറു ഞങ്ങൾക്ക് തരില്ല. അങ്ങനെ ഞാനും കുടിച്ചു കേട്ടോ. ഇനി നമുക്കത് പാറുവിന് കൊണ്ടു കൊടുക്കാം.
പാറത് ബൂസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ വശം വണ്ടിയിൽ വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാലട കിട്ടിയപ്പോൾ പാറുവിന് സന്തോഷമായി. അങ്ങനെ പാറുമോള് ഇതേ പാലട പായസമൊക്കെ കുറച്ച് കഴിച്ചു കേട്ടോ. പാറുവിന് എപ്പോഴും ബൂസ്റ്റാണ് ഇഷ്ടം, അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ അതിനുശേഷം അച്ചുമോന് വിഷമം മാറാതെ അച്ചുമോന് സാൻഡ്വിച്ച് കൂടി മേടിച്ചു കേട്ടോ. സാൻഡ്വിച്ച് കൂടി കഴിക്കുകയാണ്. അപ്പോൾ അതും കൂടി കഴിച്ചു. ഇനി ഇതേ കണ്ടോ ബോളിയും പായസം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി മേടിച്ചിട്ടുണ്ട്. വീട്ടിൽ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല ബോളിയും പാലടയും. അപ്പോൾ അതെന്തായാലും മേടിച്ച് കൈ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നമ്മുടെ കടയുടെ അവിടേക്ക് എത്തിയിട്ട് അപ്പോൾ ചിക്കൻ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ചിക്കൻ വെച്ചിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാനും ഒപ്പം കടയിലേക്ക് ചോറ് കൊണ്ടുവരാനും. അപ്പോൾ വേഗം എളുപ്പത്തിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാൻ കുക്കറിൽ സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ മസാലയൊക്കെ പുരട്ടി ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും അരിയണില്ല, അതിൻ്റെ പേസ്റ്റ് ഞാൻ കടയിൽ നിന്ന് എടുത്തു കേട്ടോ. വേഗം അതൊക്കെ എടുത്തു. അങ്ങനെ ഇതാ അവിടെ സവാളയൊക്കെ അരിഞ്ഞതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ശേഷം നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് വെക്കണം. അപ്പോൾ 10ാം ക്ലാസ് പരീക്ഷയുടെ ഭാഗമായിട്ട് ഇന്നത്തെ ഒരു ദിവസം അച്ചുമോന് വേണ്ടി മാറ്റിവെച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും വീണ്ടും ഞാൻ പറയാണ്, പ്രാർത്ഥിക്കുക. പിന്നെന്താ പറയുക, അത്രയ്ക്കേ ഉള്ളൂ. ഇനി അവനെ എന്താ പറയുക കൊണ്ടുപോകണം, അടുത്തുള്ള അമ്പലങ്ങളിലേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകണം എന്നുണ്ട്. അപ്പോൾ ശ്രീചേട്ടൻ ഇപ്പോൾ കടയിൽ നിന്ന് വരാനുള്ള ഒരു സമയത്ത് കുറവ് മൂലമൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് പോയിട്ട് വരേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആവുകയാണ്. കുറച്ച് മുളക് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്ന ഒന്നും ആരും മാറിയിട്ടില്ല കേട്ടോ. കാരണം വേഗം വെച്ചിട്ട് കഴിച്ചതിന് ശേഷം നമുക്കത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പണികൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഒരു തക്കാളി കൂടി അതിൽ അരിഞ്ഞിട്ടു. അപ്പോൾ അതൊന്ന് നന്നായി വാടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ പരട്ടി വെച്ചിരിക്കുന്ന എല്ലാ ചിക്കനും കൂടി ഒന്ന് ചേർത്ത് ജസ്റ്റ് 2 വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി തയ്യാറാവും കേട്ടോ. അപ്പോൾ ആ ചിക്കൻ കറി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചുമോൻ അവിടെ പഠിക്കുന്നുണ്ട്. പാറുത കണ്ട വന്ന വഴിക്ക് ഇവിടെ കിടക്കാനായിട്ട് എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് കാണുകയാണ് അവള്. വേഗം തന്നെ ദേ അച്ചുമോൻ വീണ്ടും എഴുന്നേറ്റ് വന്നു. എന്തൊക്കെയോ എന്നോട് പറഞ്ഞ് തല്ലുകൂടുന്നുണ്ട് കേട്ടോ. എൻ്റെ കഴുത്ത് പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കുന്നൊക്കെ ഉണ്ട്. അത് വെറുതെ തമാശയ്ക്ക് അവൻ കാണിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബോളി കഴിക്കാമെന്ന്. അങ്ങനെ ആ ബോളിയൊക്കെ എടുത്ത് ഞങ്ങളൊരു പ്ലേറ്റിലിട്ട് കുറച്ച് പായസമൊക്കെ ഒഴിച്ച് പാലട പായസം. ഈ ബോളിക്ക് പാലട പായസം ഞാനത് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണെന്നൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വാങ്ങിക്കാൻ തോന്നി. അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെ ആ ബോളിയിൽ പാലട ഒഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. സത്യം പറയാലോ എനിക്കൊന്നും തോന്നിയില്ല. എന്താ പറയുക, ജെന്യുവനായിട്ട് പറയണമെന്ന് മാത്രം എനിക്ക് എന്തോ ഒരു ചപ്പാത്തിയിലൊക്കെ പാലട ഒഴിച്ച് കഴിക്കുന്ന ആ ഒരു ഫീലാണ് വന്നത്. ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ദേ അച്ചുമോനും കൊടുത്തു. പാറുമോൾക്ക് കൊടുത്തു കേട്ടോ. പാറുമോൾക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇഷ്ടമായില്ല. എന്തോ കണ്ട വശം തന്നെ അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയൊന്നുമില്ല. കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടമായില്ല. അങ്ങനെ അച്ചുമോനും കൊടുത്തു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ തയ്യാറായിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് അടുക്കളയൊക്കെ ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ വേറെ കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. കുറച്ച് മോരുകറി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അച്ചുമോനും പാറുമോളും കൂടി പോവുകയാണ്. എവിടേക്കാണെന്നറിയോ, കടയിലേക്ക് ചോറ് കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും പുറമെന്ന് കഴിച്ചാൽ പറ്റില്ല, വയറ് തീരെ സുഖമുണ്ടാവില്ല എന്ന് പറയും ശ്രീചേട്ടൻ. അതുകൊണ്ട് വീട്ടിൽ വെച്ച ഭക്ഷണം തന്നെയാണ് നമ്മൾ കൂടുതലും കൊടുക്കാറുള്ളത് കേട്ടോ. അങ്ങനെ കടയിലെത്തി. അച്ചുമോന് കണ്ട അമ്പലത്തിൽ പോയി വന്ന അതേ വേഷമാണ്. അച്ചുമോൻ എന്നോട് പറയാം, അമ്മ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് എന്നെ വല്ല കല്യാണ ചക്കനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കടയിൽ ചോറ് കൊടുത്ത് വന്നപ്പോൾ നല്ല ചൂട് കിട്ടുക. അപ്പോൾ പാറു പറഞ്ഞു, അമ്മ എനിക്കൊരു സർബത്ത് മേടിച്ചു തരുമെന്ന്. അങ്ങനെ ഞങ്ങളൊരു സർബത്ത് കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. അങ്ങനെ അച്ചുമോൻ ഒരു സർബത്ത് മേടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒരു പാൽ സർബത്ത് മേടിച്ചു കേട്ടോ. അപ്പോൾ പാറു അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അച്ചുമോൻ ആദ്യം സർബത്ത് കൊടുന്നപ്പോൾ പാറുവിന് അച്ചുമോന് സർബത്ത് വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാറുവിൻ്റെ മോതിരം കാണിച്ചു തരികയാണ് കേട്ടോ. കണ്ട അമ്മ എൻ്റെ ലവിൻ്റെ ഷേപ്പുള്ള മോതിരം അതുപോലെ വളയും ഒക്കെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അച്ചുമോൻ്റെ സർബത്ത് വന്നപ്പോൾ പാറുവിന് എല്ലാവരുടെയും ടേസ്റ്റ് ചെയ്യാൻ വേണം കേട്ടോ. ആരെന്ത് മേടിച്ചാലും അവൾ പറയും കുറച്ച് തരുമെന്ന്. പക്ഷെ അവൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൾ ആർക്കും തരില്ല കേട്ടോ. കണ്ട അച്ചുമ്മ സർബത്ത് കുടിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന ചോദിക്കുകയാണ്, തരുമോ. അപ്പോൾ അച്ചുമ്മ പറഞ്ഞു, നീ മേടിക്കുമ്പോൾ എനിക്ക് തരില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. പക്ഷെ അച്ചുമ്മ കൊടുത്തു, അതിൽ നിന്ന് കുറച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളുടെ പാൽ സർബത്തും വന്നു. പാറുവിന് പാൽ സർബത്തും കിട്ടിയിട്ടോ. ഈ പാൽ സർബത്തും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നമ്മൾ ഈ ചൂടൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ആശ്വാസം പോലെ തോന്നും. അങ്ങനെ ഞങ്ങൾ പാൽ സർബത്ത് മാത്രമേ നമ്മൾ കഴിച്ചുള്ളൂ കേട്ടോ. പാൽ സർബത്ത് കഴിച്ചു. അച്ചുമോൻ ഒരു സർബത്തും കഴിച്ചു. അങ്ങനെ നല്ല ചൂടുള്ള സമയമാണ് കേട്ടോ. നല്ല ഉച്ച സമയമാണ്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വീട്ടിലേക്ക് പോകണം.
വീട്ടിലേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയതാണ്. ഇനി ഒരുപാട് ജോലിയുണ്ട്. അപ്പോൾ പാറു പറയാം അമ്മയെ ഭയങ്കര തണുപ്പെന്ന്. അങ്ങനെ പാറു കുടിച്ചു വിട്ടു. അപ്പോൾ അച്ചുമ്മൻ പറയാ അച്ചുമോനും കുറച്ച് കൊടുത്തു. അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കുറേ നേരം കിടന്ന് ഉറങ്ങിയിട്ട് അതിന് ശേഷമാണ് ഞാൻ തുണിയൊക്കെ കഴുകണേ. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് തുണികളൊക്കെ കഴുകി തുണിയൊക്കെ വിരിച്ചിടുമ്പോൾ ഞങ്ങൾ മുകളിലേക്ക് വന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ മാവുമ്മ കണ്ടോ നല്ല മാങ്ങകൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്നാലും നമുക്ക് ഇങ്ങനെ പൊട്ടിയിരിക്കാം കേട്ടോ. അവിടേക്ക് നല്ലോണം മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല പഴുത്തൊരു മാങ്ങ അവിടെ വീണ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പഴുത്ത മാങ്ങ വേഗം അച്ചുമോനും എടുത്തു കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡ് വരുന്നതാണ് കേട്ടോ. അവിടെ നമുക്ക് നല്ല മലകളും നല്ല വ്യൂ ഒക്കെ കാണാനായിട്ട് പറ്റും. നല്ല രസമാണ് മുകളിൽ നിന്ന് ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ. ഇനി അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അച്ചുമോൻ്റെ ഇവിടെ നാളത്തേക്കുള്ള യൂണിഫോം ഒക്കെ തേച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി സമയം അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാറുമോൾ അവിടെ സുഖമായിട്ട് ടി വി കണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അമ്മ വന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും കൂടി നമ്മൾ ബോളിയും പായസവും കൊടുത്തു. അമ്മയ്ക്കും ഇഷ്ടമായില്ല കേട്ടോ സത്യത്തിൽ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അച്ചുമോന് വേണ്ടിയുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.